കേന്ദ്രം അങ്ങനെ പകയോടുകൂടി പെരുമാറുകയായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഇതെല്ലാം നടക്കേണ്ടതല്ലേ? ഇപ്പം ഇ ഡി ഒരു റെയ്ഡ് നടത്തുന്നതിനോ ഇ ഡി ഒരു അന്വേഷണം നടത്തുന്നതിനോ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള പരിഗണനയല്ലല്ലോ ഇവിടെ എക്സാലോജിക് കമ്പനിയുടെ MD അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥർ എന്നുള്ള നിലയിലാണ് വീണ വിജയനെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കേന്ദ്രം ഇതൊരു വേട്ടയാടൽ പ്രക്രിയയാണെങ്കിൽ കേന്ദ്രത്തിന് ഇത് നേരത്തെ ചെയ്യാമായിരുന്നു. അതിന് സംസ്ഥാനത്ത് വി ഡി സതീശൻ അധികാരത്തിൽ വന്ന് വി ഡി സതീശൻ്റെ കൂട്ടുപിടിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല അത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു പക്ഷേ CPM നിന്ന് നമ്മളിത് പ്രതീക്ഷിക്കണം. കാരണം CPM കേന്ദ്രത്തിലും സംസ്ഥാനത്തും യാതൊരു പിടിവള്ളിയും ഇല്ലാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയോ ഒരു രാഷ്ട്രീയമായി ഡൈവേർട്ട് ചെയ്യുക അല്ലാതെ അവർക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? കോടതിയെ സ്വാധീനിക്കാൻ പറ്റില്ല, അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ ചെല്ലാൻ പറ്റില്ല, സംസ്ഥാന പോലീസ് കയ്യിലില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? തെരുവിൽ കിടന്ന് മുദ്രാവാക്യം വിളിക്കുക. ഇന്ന് രാവിലത്തെ മുദ്രാവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞുകൂടാ. ആരാടാ ഈ ഇ ഡി, ഇറങ്ങി വാടാ തെമ്മാടികളെ, അടിച്ച് നിന്നെ പറ്റിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. ഈ മഴയത്ത് ഇത്രയും ആൾക്കാർ നിന്ന് പിണറായി വിജയൻ്റെ വസതിക്ക് മുമ്പിൽ പിണറായി വിജയൻ ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? മകൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് പാർട്ടി വളർത്താനോ രാഷ്ട്രീയത്തിനോ വേണ്ടി ചെയ്ത കാര്യമേ അല്ല. CPMുമായി യാതൊരു ബന്ധമുള്ള ഒരു വിഷയമല്ല. അങ്ങനെ ബന്ധമുള്ള വിഷയങ്ങളിൽ പിണറായി ആരോപണ വിധേയനായിട്ടുണ്ട്. അതിൻ്റെ ഗുണം പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പാർട്ടിക്കും ബോധ്യമുണ്ട്. അത് വേറൊരു വിഷയമാണ്. പക്ഷേ ഇതങ്ങനെ ഒരു കേസേ അല്ല. ഇത് പാർട്ടിയുമായിട്ട് ബന്ധമില്ല, സർക്കാരുമായിട്ട് ബന്ധമില്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ ആ ഒരു കേസിൽ CPM അണികൾ പിണറായിയുടെ വീടിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഇ ഡിക്കെതിരെ ഇറങ്ങി വാടാ തെമ്മാടികളെ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നത് കാണുമ്പോൾ സഹതപിക്കുകയല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ്? ഈ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുടെ കാര്യം RP ഇപ്പോൾ സൂചിപ്പിച്ചു. അതുകൊണ്ട് ഞാനൊരു സംശയമായിട്ട് ചോദിക്കുകയാണ്. കാരണം ഈ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് സർക്കാരിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗിച്ച് ഈ അന്വേഷണങ്ങൾക്ക് കഴിയുന്നത്ര തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി വിജയൻ വ്യക്തിപരമായും ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വസ്തുതാപരമാണ്. ഇപ്പോൾ ഈ അധികാരത്തിൽ നിന്ന് നിഷ്കാസിതനായ ഈ വേളയിൽ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളുടെ ഒരു ഭയപ്പാടും കൂടിയാണോ അദ്ദേഹത്തെ വാശിയോടുകൂടി താൻ തന്നെ ആയിരിക്കണം പ്രതിപക്ഷ നേതാവ്? അല്ല, ഇത് താങ്കൾ പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വലിയ ഉൾഭയം മകളുടെ കാര്യത്തിൽ ഉണ്ട് എന്ന് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന പല ആൾക്കാരും പറയാറുണ്ട്. ഒരച്ഛൻ്റെ വ്യാകുലത എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് രാഷ്ട്രീയമൊന്നുമല്ല. രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹത്തിന് തൻ്റെ കാലശേഷം അല്ലെങ്കിൽ താൻ സ്വാധീനം ഉള്ള വ്യക്തി അല്ലാതായി മാറിക്കഴിഞ്ഞാൽ കുടുംബത്തിന് എന്ത് സംഭവിക്കുമെന്നുള്ള ഒരുപക്ഷെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവും. ഞാനിത് ഉറപ്പിച്ചു പറയുന്ന കാര്യമല്ല, എൻ്റെ ഒരു ഊഹമാണ്.